മുരളി ദേഷ്യം വന്ന് ഓഫീസിൽ തന്നെ ഇരുന്നു. ഒരാളുടെ ഫോണോ ഒന്നും അറ്റൻഡ് ചെയ്തില്ല. ടെൻഡർ എങ്ങനെ നഷ്ടമായി? ഉള്ളം കയ്യിൽ നിന്നാണ് വഴുതിയത്. കണക്കുകൂട്ടലുകൾ എവിടെയോ പഴയ്ക്കുന്നു. ആരെങ്കിലും കളിച്ചിരിക്കുമോ? ഇനി വിപിൻ എവിടെയെങ്കിലും പഴച്ചിരിക്കുമോ? ആകെ കുഴപ്പമായി. ആ പീറ പെണ്ണോ അവളുടെ തന്തപ്പിടിയും പോയാൽ പിന്നെ കാര്യങ്ങൾ എളുപ്പമായെന്നാ വിചാരിച്ചിരുന്നത്. പക്ഷെ ഇപ്പോ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോവുകയാണല്ലോ. ഇവിടെയാണ് പിഴച്ചത്. തല പുകഞ്ഞ് ആലോചിക്കുമ്പോഴാണ് വിപിൻ ഓഫീസിൽ മുറിയിലേക്ക് കടന്നു വന്നത്. മുരളി ഒരു കത്തുന്ന നോട്ടം പറഞ്ഞു. എവിടെയാടാ നിനക്ക് പിഴച്ചത്? നീ എന്തെങ്കിലും ആ പെണ്ണിനോട് പറഞ്ഞോ? ആ അഞ്ജലിയോട്? അത് അച്ഛ. അപ്പൊ വിളമ്പി. അവളെങ്ങാനും ചതിച്ചിരിക്കുമോ? അവൾക്ക് അതിനുള്ള അവസരമൊന്നും ഉണ്ടായിട്ടില്ല. ഇന്നലെ മൊത്തം എൻ്റെ കൂടെ ആയിരുന്നു, നമ്മുടെ ഗസ്റ്റ് ഹൗസിൽ. അവളിപ്പോ ഫോൺ ഉപയോഗിക്കാറില്ല. പിന്നെ എങ്ങനെ അവളെ സംശയിക്കാൻ പറ്റും? പിന്നെ ആരോ നമ്മളെ പിന്തുടരുന്നു എന്ന് ഞാൻ അച്ഛനോട് പറഞ്ഞില്ലേ? ഇപ്പോഴെന്തായി? ആ ടെൻഡർ ആരാ ഉണ്ടാക്കിയേ? അത് കമ്പനിയിലെ ഒരു പുതിയ കുട്ടിയാണ്. അവള് ഇന്ത്യൻ ആണ്. ഇന്ത്യൻ ആണോ ടെൻഡർ ചെയ്യുന്നേ? അവൾ എവിടുത്തുകാരിയാ? അവള് പഠിക്കുന്നത് കോയമ്പത്തൂരിലാണ്. കോയമ്പത്തൂരിലില്ലാത്ത കമ്പനിയല്ലേ ഇവിടെയുള്ളത്. അവൾ ഇവിടെ എന്തിനു വന്നു? പഠിക്കാൻ തന്നെയാണോ അതോ വേറെ പലതിനുമാണോ എന്ന് അന്വേഷിക്കണം. അവളുടെ പിന്നിൽ എന്നും ഒരു കണ്ണുണ്ടാവണം. അവൾ അലക്സിനോട് കൂടുതൽ അടുപ്പം കാണിക്കുമ്പോൾ സൂക്ഷിക്കണം. പിന്നെ നിന്നെക്കുറിച്ച് അവൾക്കൊന്നും അറിയില്ലല്ലോ. അതറിയില്ല. അങ്ങനെ തന്നെ ഇരിക്കട്ടെ. പിന്നെ നിന്റെ ആ വഷളം സ്വഭാവം കൊണ്ട് അവളുടെ അടുത്തേക്ക് പോണ്ട. നമ്മുടെ ശത്രു ആണെങ്കിൽ സൂക്ഷിച്ചേ എല്ലാം കൈകാര്യം ചെയ്യാൻ പറ്റും. എവിടെയോ എന്തോ തെറ്റുകൾ നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. ഞാൻ ആ ടെൻഡർ വിളിച്ചവനെ ഫോണിൽ വിളിച്ചിട്ടുണ്ട്, നോക്കട്ടെ. അതേ സമയത്താണ് മുരളിയുടെ ഫോൺ അടിച്ചത്. അതെടുത്ത് മറുപുറത്തു നിന്നും കേട്ട വാർത്ത അയാളുടെ മുഖം ചുളിച്ചു. അയാൾ ഫോൺ വെച്ചിട്ട് വിപിന്റെ നേർക്ക് തിരിഞ്ഞു. ആ ടെൻഡർ നിതാര എന്ന പേരിലാണ് വന്നിരിക്കുന്നത്. നിതാരയോ? അവള് ചത്തില്ലേ? നമ്മുടെ പിന്നിൽ ആരോ ഉണ്ട്. എത്രയും പെട്ടെന്ന് കണ്ടുപിടിക്കണം. അതാരായാലും വളരാൻ അനുവദിച്ചുകൂടാ. ആ ആൽവിൻ ഒന്ന് എഴുന്നേറ്റെങ്കിൽ അറിയാമായിരുന്നു അന്നവൾ ആ നിതാരയെ എങ്ങനെയാണ് കൊന്നതെന്ന്. അതിനുശേഷം അവൻ കൂടുതലായിട്ട് അവന്റെ മറ്റവളുടെ കൂടെ ആയിരുന്നില്ലേ? ഒന്നും ചോദിക്കാനും കഴിഞ്ഞില്ല. ഇപ്പൊ എല്ലാം കൈവിട്ടുപോയി. നിതാര ആരായിരിക്കും? മുരളി ആലോചിച്ചു. വിപിൻ എന്തോ ആലോചനയിൽ മുറിയിൽ നിന്നും ഇറങ്ങി ഫോൺ എടുത്തു. ഒരു നമ്പറിലേക്ക് മെസ്സേജ് അയച്ചു. എന്നിട്ട് നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് പോയി. എബിൻ വിപിന്റെ അടുത്തെത്തുമ്പോൾ വൈകുന്നേരമായിരുന്നു. വാതിൽ തുറന്നു കൊടുത്ത വിപിൻ എബിനെ ഉള്ളിലേക്ക് വിളിച്ചു. അവളുണ്ടോ ഇവിടെ? ഉണ്ട്, റൂമിലാണ്. നമുക്ക് മുകളിലേക്ക് പോവാം. അവൾ ഉറങ്ങുകയാണ്, ഇപ്പൊ എഴുന്നേക്കില്ല. അതെന്താ നീ അങ്ങനെ പറഞ്ഞത്? സ്ഥിരം ചെയ്യുന്നത് തന്നെ. എടാ, അവൾക്ക് വല്ല സംശയവും ഉണ്ടാവോ? അങ്ങനെയൊന്നും ഉണ്ടാവില്ല. നമ്മൾ അത്രയും പെർഫെക്റ്റ് ആയിരുന്നത് കൊണ്ടല്ലേ നിന്റെ ചേട്ടൻ വരുമ്പോഴൊന്നും അവൾക്ക് കണ്ടുപിടിക്കാൻ കഴിയാതിരുന്നത്. അന്ന് ഹോട്ടലിൽ വെച്ച് നേരെ ചൊവ്വേ അവളുമായി ഒന്നും നടന്നില്ലല്ലോ. അതിനു മുന്നേ തന്നെ പോലീസ് വന്നു എന്ന് വിളിച്ചു പറഞ്ഞില്ലേ? ഇല്ലെങ്കിൽ ഒരു കൈ നോക്കാമായിരുന്നു. സാരമില്ല, നമുക്കിനിയും സമയമുണ്ട്. എബിൻ വഷളൻ ചിരിയോടെ വിപിനെ കെട്ടിപ്പിടിച്ചു. നീ അതിന് ഇരിക്കാനും നിൽക്കാനും സമ്മതിക്കുന്നില്ലേ? കണ്ടിട്ട് അങ്ങനെ തോന്നുന്നു. ചെറുതായിട്ട്. കുറെ കാലമായില്ലേ, ഇപ്പം മടുത്തു തുടങ്ങി. അവൾക്ക് തോന്നട്ടെ എന്ന് വിചാരിച്ചാണ് ഇവിടെ കൂടിയത്. പക്ഷേ അവൾ ഉടുമ്പ് പിടിച്ച പോലെയാണ് ഇപ്പൊ തൂങ്ങിയിരിക്കുന്നത്. അതൊക്കെ വിട്. ഞാനിപ്പോ നിന്നെ വിളിപ്പിച്ചത് വേറൊരു കാര്യത്തിനാണ്. എന്താ? നമുക്കിന്ന് നഷ്ടമായല്ലേ ആ ടെൻഡർ, അതിനെക്കുറിച്ച് പറയാനാണ്. അതെന്താ? വിപിൻ മുരളിയുടെ ഓഫീസിൽ സംഭവിച്ചതെല്ലാം പറഞ്ഞു കൊടുത്തു. അതാരാണിപ്പോ നിതാരയുടെ പേര് വെച്ച് ടെൻഡർ കൊടുക്കാൻ? എടാ, അത് കൊടുത്തത് ആരായാലും അത് അലക്സാറിന് അറിയാതിരിക്കോ? നീ ആ ടെൻഡർ നടന്ന സംഭവങ്ങളൊന്ന് ചുരുക്കി പറഞ്ഞേ കേക്കട്ടെ. വിപിൻ അവിടെ നടന്ന സംഭവങ്ങളെല്ലാം വിശദമായി പറഞ്ഞു കൊടുത്തു. വിബി, നീ ശ്രദ്ധിച്ചോ? അവിടെ നിതാരയുടെ ടെൻഡർ സീൽഡ് ആയിരുന്നു. അപ്പോ അത് വായിച്ചപ്പോ തന്നെ അലക്സ് വക്കീൽ എഴുന്നേറ്റില്ലേ? എല്ലാ പേപ്പേഴ്സിലും സൈൻ ചെയ്തില്ലേ? അപ്പോ അങ്ങേർക്ക് അത് ആരാ ചെയ്തതെന്ന് അറിയാലോ. ഇനി അങ്ങേര് തന്നെ ചെയ്തതാണെങ്കിലും എന്തിനു ചെയ്തു? കമ്പനിയിൽ ആരെങ്കിലും ചാരപ്പണി ചെയ്തു എന്നറിഞ്ഞോ? എല്ലാം കൂടി കൂട്ടി വായിച്ചു നോക്കുകയാണെങ്കിൽ നമ്മക്കിട്ട് പണിയാൻ ആരോ തുനിഞ്ഞിറങ്ങിയിരിക്കുന്നു എന്നത് ഉറപ്പ്. ഇനി നീ പറഞ്ഞ ആ ഹോട്ടൽ ഇഷ്യൂ, അതിനെക്കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. അന്ന് ഞാൻ കഷ്ടിച്ചാ രക്ഷപ്പെട്ടെ. എടാ, ഇത് പറഞ്ഞപ്പോഴാണ് എനിക്കൊരു കാര്യം ഓർമ്മ വന്നത്. എനിക്കൊരിക്കൽ ഒരു പെൺകുട്ടിയുടെ റിക്വസ്റ്റ് വന്ന് ചാറ്റ് ചെയ്തിരുന്നു. അതിലെ പേര് ഡീപ്ലി റൂട്ടഡ് എന്നായിരുന്നു. പിന്നീട് ഒരിക്കൽ ഞാൻ കുടിച്ച് ലക്കിട്ട് വീട്ടിലേക്ക് വരാൻ പറ്റാതെ കുടുങ്ങിക്കിടന്ന സമയത്ത് ആരോ എന്നെ വീട്ടിലെത്തിച്ചു. അതിനൊരാഴ്ച കഴിഞ്ഞാണ് ആൽവിൻ ആക്സിഡന്റ് സംഭവിക്കുന്നത്. അന്ന് ഞാൻ CCTV ഒക്കെ നോക്കിയതാണ്. ഒരു കറുത്ത ഹുഡീസ് ഇട്ട് ഒരാൾ വന്ന് എന്നെ വീട്ടിലാക്കുന്നതാണ് കണ്ടത്. അതിന്റെ അടുത്ത ദിവസം ഞാൻ എഴുന്നേറ്റപ്പോൾ ആ പേരിൽ എനിക്കൊരു ടെക്സ്റ്റ് എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. ഇതേ പേരിൽ തന്നെ. ഈ നിതാരയുടെ പേരിന്റെ അർത്ഥം നീ ഗൂഗിൾ സെർച്ച് ചെയ്തേ? വിപിൻ ഫോൺ എടുത്ത് സെർച്ച് ചെയ്തു. അതിൽ വന്നതും എബിന്റെ മുഖത്തേക്ക് അവൻ മാറി മാറി നോക്കി. ഡീപ്ലി റൂട്ടഡ് എന്ന നിതാര എന്നാണ് അർത്ഥം വരുന്നത്. അപ്പൊ ഞാൻ ഊഹിച്ചത് തെറ്റിയില്ല. സീൽഡ് ടെൻഡർ, ചേട്ടന്റെ ആക്സിഡന്റ്, ഹോട്ടൽ റെയ്ഡ്, ഇതിന് പിന്നിൽ ഒരാൾ തന്നെയാണ്.
നിതാരയുടെ പേരിൽ ആരോ ഒരാൾ. അയാൾക്ക് നമ്മളെ എല്ലാവരെയും അറിയാം, നന്നായി അറിയാം. ആൽവിൻ എഴുന്നേറ്റ ഒന്ന് പറയിപ്പിക്കായിരുന്നു അന്നത്തെ ആക്സിഡന്റിനെ കുറിച്ച്. അവൻ എന്തിനാ? അന്നിടിച്ച ഡ്രൈവറെ പൊക്കിയാ പോരെ? വേണ്ട, സമയമായിട്ടില്ല. നമ്മളിപ്പോൾ അയാളെ പൊക്കിയ അത് നമ്മുടെ ശത്രു തിരിച്ചറിയും, പിന്നെ നമ്മുടെ മുമ്പിൽ വരില്ല. എന്തായാലും ഇത്രയും ചെയ്ത സ്ഥിതിക്ക് അയാളെ ഒന്ന് നേരി കാണണം, എന്താണ് ഉദ്ദേശം എന്നറിയണം. ഡാ, നിന്റെ ആ അക്കൗണ്ട് പോയി നോക്ക്, അയാളെ കുറിച്ചറിയാൻ. എബിൻ ഫോൺ എടുത്തു. അങ്ങനെ ഒരു അക്കൗണ്ട് ഇല്ല, ഇതാരോ കരുതിക്കൂട്ടി ചെയ്ത പോലുണ്ട്. നിന്റെ ഈ ഗസ്റ്റ് ഹൗസിൽ CCTV ഉണ്ടോ? ഇല്ല. എന്നാ വേഗം വെച്ചോ, നിന്നെ അവർ എന്തായാലും കണ്ടുപിടിച്ചു കാണും. കാരണം നിന്നെ കുടുക്കിയതും ആക്സിഡന്റ് ചെയ്തതും ഒരാളാണെങ്കിൽ അയാളുടെ കണ്ണ് ഇപ്പോ നിന്റെ പിന്നാലെ ആയിരിക്കും. അവരെന്തിനാ എന്റെ പിന്നാലെ വരുന്നത്? നല്ല ചോദ്യം. എടാ, നിതാരയെ നിർത്തിപ്പൊരിച്ച് നേർക്ക് നേരെ നിന്ന ഒരാളേ ഉള്ളൂ, അത് നിന്റെ അച്ഛനാണ്. ആ പേര് നീ എവിടെയും മറച്ചു വെച്ചിട്ടില്ലല്ലോ. എന്നാ നിന്നെ എന്തായാലും കണ്ടുപിടിച്ചിട്ടുണ്ടാവും. നീ ചെയ്ത എല്ലാ കൊള്ളരുതായ്മകളും കണ്ടു കാണും. ഹേയ്, അങ്ങനെയൊന്നും ഉണ്ടാവില്ല, അതൊക്കെ രഹസ്യമായിരുന്നു. കണ്ടറിയാം. നീ കുപ്പിയെടുക്ക്, ഞാനൊന്ന് ഫ്രഷായി വരാം. പിന്നെ താഴെയുള്ള ഉരുപ്പടി ഒന്ന് നേരെ കാണട്ടെ എന്നും പറഞ്ഞുകൊണ്ട് ഒരു മൂളിപ്പാട്ടോടെ എബിൻ താഴേക്കിറങ്ങി. വിപിന്റെ റൂമിൽ കയറിയപ്പോൾ തന്നെ എബിൻ കണ്ടു മലർന്നു കിടന്നുറങ്ങുന്ന അഞ്ജലിയെ. ഷീറ്റ് പൊതിച്ചിരുന്നു. അതിനാൽ തന്നെ എബിൻ അവളെ നേരെ കണ്ടില്ല. പിന്നെ അവളുടെ അടുത്ത് ചെന്നിരുന്ന് ഷീറ്റ് മാറ്റി. അവന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി. അവളുടെ ശരീരത്തിലൂടെ അവന്റെ കണ്ണുകൾ ഓടി നടന്നു. അവന്റെ കൈകളും കണ്ണിനൊപ്പം ചലിക്കാൻ തുടങ്ങി. എബിൻ ഒരു നിമിഷം കണ്ണടച്ചിരുന്നു. പിന്നീട് ഒന്നും ആലോചിക്കാതെ കതകടച്ചു. കുറെ നേരമായിട്ടും എബിനെ കാണാതിരുന്നപ്പോൾ വിപിൻ താഴെ വന്ന് നോക്കി. മുറി അടച്ചത് കണ്ടിട്ട് അവൻ മേലേക്ക് തന്നെ പോയി കുപ്പി പൊട്ടിച്ച് കുടിക്കാൻ തുടങ്ങി. രാത്രി ആയപ്പോഴാണ് അഞ്ജലിയുടെ കണ്ണ് തുറന്നത്. അസ്ഥി നുറുങ്ങുന്ന വേദന തോന്നിയിരുന്നു അവൾക്ക്. പിന്നെ അവളുടെ തലയ്ക്കൊരു പെരുപ്പുമുണ്ടായിരുന്നു. അവൾ മെല്ലെ എഴുന്നേറ്റ് ഫ്രഷ് ആവാൻ പോയി. അവൾക്ക് എത്ര ആലോചിച്ചിട്ടും ഒന്നും വ്യക്തമായില്ല. പലപ്പോഴും ശരീരത്തിലുള്ള പാടുകൾ പോലെ ആയിരുന്നില്ല, അവിടെയെല്ലാം നന്നായി മുറിഞ്ഞിട്ടുണ്ടായിരുന്നു. വിപിന്റെ കൂടെയുള്ള രാത്രികളിൽ പലപ്പോഴും അവൾക്കിങ്ങനെ തോന്നിയിരുന്നു. അവൾ ഫ്രഷായി വന്ന് മുറിയിൽ നിന്ന് പുറത്തിറങ്ങി. മുകളിൽ ആരോ ചിരിക്കുന്ന ശബ്ദം കേട്ട് അവൾ അങ്ങോട്ട് പോയി. ഓപ്പൺ സ്പേസിൽ വിപിനും എബിനും കൂടി വെള്ളമടിക്കുന്നുണ്ടായിരുന്നു. അവൾ അങ്ങോട്ട് പോകാനിരിക്കുമ്പോഴാണ് അവരുടെ സംസാരം ശ്രദ്ധിക്കുന്നത്. എടാ, എന്നാലും പറയാൻ വാക്കുകളില്ല വിപി. നല്ലൊരു രാത്രിയാണ് നീ എനിക്ക് സമ്മാനിച്ചത്. നീ ഇനി വിളിക്കുമ്പോഴെല്ലാം എന്തായാലും വരാം. അഞ്ജലിയെ കുറച്ച് വേദനിപ്പിച്ചു, അത്രയ്ക്ക് ഉന്മാദമായിരുന്നു. എന്തായാലും നീ അവളെ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചത് ബോറ് പരിപാടിയാണ്. നമുക്ക് ഈ കളി കുറച്ചുകൂടെ നീട്ടാം. എന്തായാലും നീയും എന്റെ ചേട്ടനും കൂടി മേഞ്ഞത് അവൾ അറിഞ്ഞിട്ടില്ല, ഇപ്പൊ ഞാനും. ഇതെല്ലാം ഒരു ചുവന് മാറി അഞ്ജലി കേൾക്കുന്നുണ്ടായിരുന്നു. ഡാ എബിനെ, മാളിയേക്കല്ലൊരു പുതിയ പെങ്കൊച്ചു വന്നിട്ടുണ്ട്, തേജസ്വിനി. ഹോ, അതാണ് പെണ്ണ്. നേർക്ക് നേർ കണ്ണിൽ നോക്കി സംസാരിക്കും. എന്തോ ഭയങ്കര ഇഷ്ടായി അവളെ. എന്താണ് വിബി മോനെ അങ്ങോട്ടൊരു ചായ്വ്? അഞ്ജലി അറിയണ്ട. ഓ, അവളറിഞ്ഞാലും എനിക്ക് വലിയ കുഴപ്പമില്ല. ആ തേജസ്വിനിയെ എനിക്കൊന്ന് ശരിക്കും അറിയണം. വല്ലാത്ത മോഹമുണ്ട്. നീ വല്ലാതെ മോഹിക്കണ്ട. നമുക്ക് ആദ്യം ആ അഞ്ജലിക്കൊരു പരിഹാരം ഉണ്ടാക്കാം. അതിനുശേഷം മതി തേജസ്വിനിയെ വലയിൽ വീഴ്ത്തുന്നത്. ആ ശവം ഒഴിഞ്ഞു പോകുന്നില്ല. അവള് കല്യാണം കഴിഞ്ഞാലെങ്കിലും സ്വസ്ഥത തരുമെന്ന് വിചാരിച്ചു. എവിടെ? പോയ പോലെ തന്നെ തിരിച്ചു വന്നു. അവൾക്ക് ദിവ്യപ്രേമമാണ് പോലും. ഡിവോഴ്സ് കഴിഞ്ഞ കല്യാണം കഴിക്കണമെന്നുള്ള വിചാരത്തിലാണ് ഇരിക്കുന്നത്. അതിനു മുന്നേ തന്നെ ഒഴിവാക്കണം. അല്ല, നീ വല്ലതും അവളുടെ ഉള്ളിൽ ഡെപ്പോസിറ്റ് ചെയ്തിട്ടുണ്ടോ? ഹേ ഇല്ല, അതൊക്കെ അവള് നല്ല കെയർ ചെയ്യും. നോക്കിയും കണ്ടേ എല്ലാം ചെയ്യുള്ളൂ. നല്ലത്. അല്ലെങ്കിൽ നീ പലതിനും ഉത്തരം പറയേണ്ടി വരും. നീ ഇങ്ങനെ പേടിപ്പിക്കല്ലേ. നമുക്ക് കുറച്ചു ദിവസം ഇങ്ങനെ പോവാം. അത് കഴിഞ്ഞ് ഏതെങ്കിലും ഒരു വഴി കാണും. നീ ആദ്യം ആ ഹോട്ടലിന്റെ കാര്യം അന്വേഷിക്കുക. ബാക്കിയെല്ലാം പിന്നെ നോക്കാം. അവൾ എഴുന്നേറ്റിട്ടുണ്ടാവും. മരുന്നിന്റെ എഫക്റ്റ് കഴിയേണ്ട സമയമായി. നീ കുടിക്ക്, നമുക്ക് താഴേക്ക് പോവാം. അഞ്ജലി എല്ലാം കേട്ട് തറഞ്ഞിരിക്കുകയായിരുന്നു. അവൾ സ്വന്തം ശരീരത്തെ നോക്കി ആദ്യമായി പുച്ഛിച്ചു. അവൾ ശബ്ദമുണ്ടാക്കാതെ നിറഞ്ഞ മിഴികളോടെ മുറിയിലേക്ക് പോയി വാഷ്റൂമിൽ കയറി കതകടച്ചു. അവളുടെ കരച്ചിൽ പുറത്ത് കേൾക്കാതിരിക്കാൻ വേണ്ടി അവൾ വെള്ളം തുറന്നുവിട്ടു. അപ്പോ ഇത്രയും കാലം വിപിൻ തന്നെ ചതിക്കുകയായിരുന്നു. അവനെ സ്നേഹിച്ചതിന് അവൻ തന്ന സമ്മാനം. സ്വന്തം സുഹൃത്തുക്കൾക്ക് കാമുകിയെ മരുന്ന് കൊടുത്ത് മയക്കി കാഴ്ചവെക്കുക നല്ല സ്നേഹമാണ്. ഇല്ലടാ, നിനക്ക് ഈ അഞ്ജലി അറിയില്ല. നിന്റെ കൂടെ നിന്ന് നിന്നെയും ബാക്കി 2 കൊന്നിട്ടേ അഞ്ജലി അടങ്ങൂ. അതിനിവിടെ നിന്നും എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അതിനുള്ള വഴി ആദ്യം ആലോചിക്കണം. ഡാഡിയുടെ അടുത്തേക്ക് തന്നെ പോകണം. കൂട്ടുകാരുടെ മക്കള് തന്ന സമ്മാനം അറിയണം. മനസ്സിൽ പല കണക്കുകൂട്ടലുകളും അവൾ ചെയ്തു. കണ്ണ് അമർത്തി തുടച്ചു. അവൾ മുറിയിലേക്ക് കയറി ഡ്രസ്സ് മാറ്റി ഒന്നും സംഭവിക്കാത്ത മട്ടിൽ പുറത്തേക്കിറങ്ങി. അഞ്ജലി അടുക്കളയിലേക്ക് പോയി. അവളൊരു കാപ്പി ഇട്ടുകൊണ്ടുവന്നു. അത് കുടിച്ചിരിക്കുമ്പോഴാണ് താഴേക്ക് എബിനും വിപിനും വരുന്നത് കണ്ടത്.
അവൾക്ക് അവരെ കാണും തോറും ദേഷ്യം വരുന്നുണ്ടെങ്കിലും സാഹചര്യം കണക്കിലെടുത്ത് അവൾ അത് നിയന്ത്രിച്ചു. എബിൻ എപ്പോഴാണ് വന്നത്? വിപിൻ എന്നെ വിളിച്ചുകൂടായിരുന്നോ? ഞാൻ വന്ന് കുറച്ചു നേരമേ ആവുള്ളൂ, നീ നല്ല ഉറക്കായിരുന്നു എന്ന് വിപിൻ പറഞ്ഞു. അതാണ് വിളിക്കാതിരുന്നത്. ഇവിടെ കാപ്പി ഇടണേ ഉള്ളൂ, കഴിക്കാനൊന്നുമില്ല. വിബി, നീ വല്ലതും ഓർഡർ ചെയ്യോ? നാളെ വല്ലതും ഉണ്ടാക്കാം. ഞാൻ ഓർഡർ ചെയ്തിരുന്നു, ഇപ്പൊ വരും. ഹാ, എന്നാ ശരി. എബിന്റെ കണ്ണ് അപ്പോഴും അഞ്ജലിയുടെ ശരീരത്തിലൂടെ ഓടി നടക്കുകയായിരുന്നു. അതവൾ കാണുകയും ചെയ്തു. അവളുടെ ദേഷ്യം നിയന്ത്രിക്കാനാവാതെ അവൾ പെട്ടെന്ന് പിന്തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. എടാ, അവൾക്ക് വല്ല സംശയവും ഉണ്ടോ? ഇല്ലല്ലോ. ആ, എന്നാ നല്ലത്. ഞാനെന്നാ ഇറങ്ങാ, നീ അവളോട് പറഞ്ഞാ മതി. ഇനി നമുക്ക് അടുത്ത വീക്കെൻഡിൽ കൂടാം. എല്ലാം ഒരുക്കി വെച്ചോ, കൂടെ അഞ്ജലിയും. ഇനി ഇവിടെ നിന്നാ ഞാൻ ചിലപ്പോ അവളെ കടന്നു പിടിച്ചെന്നൊക്കെ വരും, അതിനിട വരുത്തുന്നില്ല. എബിൻ വേഗം പുറത്തിറങ്ങി വണ്ടിയെടുത്ത് വീട്ടിലേക്ക് വിട്ടു. വിപിൻ അഞ്ജലിയെ തെരഞ്ഞ് അടുക്കളയിലേക്ക് പോയി. അവൾ അവിടെയെല്ലാം നോക്കുകയായിരുന്നു. പിന്നിലൂടെ പോയി അവളെ ഒന്ന് ആഞ്ഞു പുണർന്നു. അവൾക്ക് വെറുപ്പാണ് തോന്നിയത്. തന്റെ ശരീരമാകെ പുഴുവരിക്കുന്ന പോലെ തോന്നി. അവൾ ഒഴിഞ്ഞു മാറി. എന്താ അഞ്ജു, ഇന്ന് വയ്യ വിബി, നോക്ക് നീ കാണിച്ച സ്നേഹം എന്ന് പറഞ്ഞ് അവൾ അവളുടെ ശരീരത്തിലുള്ള മുറിവുകൾ കാണിച്ചു കൊടുത്തു. എബിന്റെ പല്ലിന്റെ അടയാളവും കടിച്ച പാടുകളുമെല്ലാം മിഴിവോടെ ഉണ്ടായിരുന്നു. അപ്പോൾ തന്നെ മനസ്സിലായി അവൻ എന്തൊക്കെയാണ് അഞ്ജലിയോട് കാണിച്ചു കൂട്ടിയതെന്ന്. ഈ മുറിവ് കണ്ടോ? ഇനി 2-3 ദിവസത്തേക്ക് എന്റെ അടുത്തേക്ക് വരണ്ട. ആ, പറയാൻ മറന്നു, നാളെ എന്റെ വീട് വരെ പോകണം. എന്താ കാര്യം? എന്റെ ചില സർട്ടിഫിക്കറ്റ്സ് ഒക്കെ അവിടെയുണ്ട്, അതെടുക്കണം. പിന്നെ അല്ലറ ചില്ലറ കാര്യങ്ങളും ഉണ്ട്. ആ, എന്നാ ഞാൻ ഓഫീസിലേക്ക് പോകുമ്പോൾ കൊണ്ടുവിടാം. തിരിച്ച് നീ എങ്ങനെ വരും? ആ, അത് ഞാൻ നോക്കിക്കോളാം. വീട്ടില് എന്റെ വണ്ടി എടുത്തുകൊണ്ട് വരാം. അപ്പോഴാണ് ഫുഡ് വന്നത്. അത് വാങ്ങി രണ്ടുപേരും കൂടെ കഴിച്ചു കിടന്നു. അലക്സ് കത്ത് വായിച്ച് തളർന്നിരിക്കുകയായിരുന്നു. അദ്ദേഹത്തെ എന്ത് പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്ന് അറിഞ്ഞില്ല തേജുവിന്. ആ സമയത്താണ് എബ്രഹാമിന്റെ ക്യാബിൻ തുറന്നത് കണ്ട് ജിൻഡോയും റിജുവും അങ്ങോട്ട് വന്നത്. ജിൻഡോ ഉള്ളിലേക്ക് കടന്നതും തലയിൽ കൈവച്ചിരിക്കുന്ന അലക്സിനെയും കണ്ണു കലങ്ങി നിൽക്കുന്ന തേജുവിനെയുമാണ് കണ്ടത്. എന്താപ്പാ, എന്താ കാര്യം? അലക്സ് കയ്യിലുണ്ടായിരുന്ന കത്ത് അവന് നേരെ നീട്ടി. ഒന്നും മനസ്സിലാവാതെ അവൻ അതെടുത്ത് വായിച്ചു. വായിക്കും തോറും അവന്റെ പേശികളെല്ലാം മുറുകി വന്നിരുന്നു. ആ പന്ന കുടുംബത്തെ ഇനി വച്ചേക്കരുത്, ഒരുത്തിന് ഇനി ജീവനോടെ ഉണ്ടാവാൻ പാടില്ല, ആക്രോശിച്ച് പറയുന്ന ജിൻഡോയെ നോക്കി തേജു ഒന്ന് ചിരിച്ചു. എന്നിട്ട് അവളുടെ ലാപ്ടോപ്പ് അവന് നേരെ വെച്ച് അതിലെ ദൃശ്യങ്ങൾ മുഴുവൻ കാണിച്ചു കൊടുത്തു. ജിൻഡോയുടെയും റിജുവിന്റെയും കണ്ണിൽ ആശ്ചര്യം നിറഞ്ഞു. വിപിൻ, ഇവനാണോ ഇതിനെല്ലാം പിന്നിൽ? അല്ല, ഇവൻ മാത്രമല്ല, ഇനിയുമുണ്ട് നിങ്ങൾ അറിയാത്ത പല കാര്യങ്ങളും. ഈ വിപിൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആൾ തന്നെ, മുരളി വക്കീലിന്റെ മകൻ. അവനും വക്കീലും കൂടി ഇന്നത്തെ ടെൻഡർ വിളയിൽ ഉണ്ടായിരുന്നു. തേജു എന്നുള്ള സീൽഡ് ടെൻഡർ വന്നപ്പോഴേക്കും അയാൾ തന്റെ മകനെ കത്തുന്ന നോട്ടം നോക്കി. അതിൽ നിന്നും ഒരു കാര്യം ഊഹിക്കാം, വക്കീലിന് ഈ ടെൻഡറിലൂടെ നേടാനുള്ളത് വളരെ വലിയ കാര്യമായിരിക്കും. വിപിന്റെ പിന്നാലെയായിരുന്നു ജിത്തുവും എന്റെ കൂട്ടുകാരും. ഒരു സംശയത്തിന്റെ പേരിൽ അവന്റെ ഫോണിലെ യുണീക്ക് ഐഡി തപ്പിയെടുത്ത് ട്രാക്ക് ചെയ്തു. അതിലൂടെ പല കാര്യങ്ങളും അറിഞ്ഞു. നിങ്ങൾ അറിഞ്ഞുവോ എന്നറിയില്ല, വിപിനും വർഗീസ് ഡോക്ടറിന്റെ മകളെയും ഇന്നലെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇമ്മോറൽ ട്രാഫിക്കിന്. അവരെ അറസ്റ്റ് ചെയ്തത് ജിത്തുവിന്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ടാണ്. പുള്ളിയാണ് പിന്നെ അവിടെ നടന്ന കാര്യം പറഞ്ഞത്. 2 പേർ കൂടാതെ മൂന്നാമതൊരാൾ കൂടി ഉണ്ടായിരുന്നു. എബിൻ, ജോർജ് കുട്ടിയുടെ 2ാമത്തെ പുത്രൻ. അവൻ മുങ്ങി. വക്കീലും ഡോക്ടറും ചേർന്ന് അവരെ പുറത്തിറക്കി. അഞ്ജലിയുടെ കെട്ടിയവന്റെ വീട്ടിലുള്ള ആൾക്കാർ വന്ന് ബന്ധമൊഴിയാൻ പറഞ്ഞിട്ട് പോയി. അവളും അവനും ഇപ്പോൾ ജിത്തുവിന്റെ ഗസ്റ്റ് ഹൗസിലുണ്ട്. അവിടേക്കിപ്പോ എബിനും വന്നിട്ടുണ്ട്. ഈ ടെൻഡർ ഞാനാണ് ഉണ്ടാക്കിയത് എന്നവരറിഞ്ഞു. സ്വാഭാവികമായും എന്റെ പിന്നാലെയായിരിക്കും അവരുടെ കണ്ണുകൾ. അവരുടെ പിന്നിൽ എന്റെ കണ്ണുകളും ഉണ്ടാവും. വക്കീലിന് കണ്ണ് ഈ പ്രോപ്പർട്ടിയിലും ഇതിലെ ഷെയറിലുമാണ്. അത്രയുമുണ്ടല്ലോ ഷെയറുകൾ. ഈ അഞ്ജലിക്ക് ഇതിൽ എന്താണ് റോളെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഒരേ സമയത്ത് കാമുകനെയും അവരുടെ ഫ്രണ്ട്സിനെയും എങ്ങനെ കൊണ്ടുപോകുന്നു എന്നറിയില്ല. അത് വിപിന്റെ ട്രാപ്പാണോ എന്നും അറിയില്ല. നാളെ അറിയാം. നിന്നെക്കുറിച്ച് അവർ അന്വേഷിച്ചാലോ? അന്വേഷിക്കും. കുറച്ച് ദിവസത്തേക്ക് എന്നോട് കാര്യങ്ങൾ അന്വേഷിക്കാതിരിക്കുക. ഞാനിവിടെ പഠിക്കാനാണ് വന്നിരിക്കുന്നത്. പിന്നെ ആ റെയ്ഡിനെയും ആക്സിഡന്റിനെയും കുറിച്ചൊക്കെ അന്വേഷിച്ചാൽ അവർക്കൊന്നും കിട്ടാൻ പോകുന്നില്ല. റെയ്ഡ് വിളിച്ചു പറഞ്ഞത് ജോർജ് കുട്ടിയുടെ വീട്ടിൽ നിന്നാണ്. അപ്പോൾ അവരുടെ അന്വേഷണം ആൽവിന്റെയും ജോർജ് കുട്ടിയുടെയും പിന്നാലെ ആവും. അതിനുള്ള പണികൾ ചെയ്യണം. മോളെ, നീ ഞങ്ങൾക്ക് വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. നിന്റെ ജീവൻ ആപത്താണ്. എന്തുണ്ടെങ്കിലും ഇനി മുതൽ അങ്ങോട്ട് ഞാനും എൻ്റെ കുടുംബവും ഉണ്ടാവും, അലക്സ് വാത്സല്യത്തോടെ പറഞ്ഞു. മോളോട് വേറൊരു കാര്യവും കൂടെ പറയാനുണ്ട്. നിത മരിച്ചതിൽ പിന്നെ എൻ്റെ ഭാര്യ ഇന്ദു സംസാരിക്കാറില്ല. കിടന്ന കിടപ്പാണ്. എന്തെങ്കിലും മോക്ക് കഴിക്കുകയാണെങ്കിൽ അവളെ ഒന്ന് കാണാൻ വരണം. വന്നാൽ അവൾക്ക് ആശ്വാസമാകും, അലക്സ് അവളെ ഓർമ്മിപ്പിച്ചു. ഞാൻ വരാം സർ. അലക്സ് അവളെ ഒന്ന് നോക്കി. അപ്പായി, അവൾ പുഞ്ചിരിച്ചു. ജിൻഡോ എല്ലാം കേട്ട് തല പുകഞ്ഞു നിൽക്കുകയായിരുന്നു. അവൻ അവളുടെ അടുത്തേക്ക് പോയി.
തേജു, നിന്റെ കൂടെ ഞാനുണ്ടാവും ഇന്നും. എന്ത് സഹായവും ഞാനും റിജുവും മാർട്ടിനും ചെയ്തു തരും. പിന്നൊരു കാര്യം, അപ്പനുള്ളപ്പോൾ നീ എന്നോട് തട്ടിക്കയറില്ല എന്ന് തോന്നുന്നു. തേജുവിൻ്റെ കണ്ണൊന്നു കുറുകി. തേജു, അന്ന് റിജു നിന്നെ അറിയാതെയാണ് മോശമായി പെരുമാറിയത്. അവനോട് പുറത്തൂടെ? നിന്നോട് മാപ്പ് ചോദിക്കാൻ വരുമ്പോഴെല്ലാം അവനെ നീ ഒഴിവാക്കുകയാണ് ചെയ്തത്. ഒന്ന് ക്ഷമിച്ചൂടെ? അവൻ 2 അടി നീങ്ങി നിന്നുകൊണ്ട് ചോദിച്ചു. എങ്ങാനും അവൾ ജിൻഡോയെ അടിച്ചാലോ എന്നൊരു പേടിയുമുണ്ട്. അവളൊന്ന് ആലോചിച്ച് റിജുവിന്റെ മുഖത്തേക്ക് നോക്കി. അവൻ അപേക്ഷിക്കുന്ന പോലെ നിൽക്കുന്നു. അവളൊന്ന് ഇരുത്തി മൂളി. ജിൻഡോയുടെ മുഖവും റിജുവിന്റെ മുഖവും അപ്പോഴാണ് തെളിഞ്ഞത്. അലക്സ് ഇത് കണ്ടപ്പോൾ ചിരി പൊട്ടി. ജിൻഡോ ഇങ്ങനെ പതുങ്ങി നിൽക്കുന്നത് നിതയുടെ മുന്നിലാണ്. ഇപ്പോ തേജുവിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ എന്തുകൊണ്ടോ അവന് നിതയാണ് ഓർമ്മ വന്നത്. കണ്ണിലൂടെ ഒഴുകിയ കണ്ണീർ പുറം കൈയാലെ തുടച്ചു. അപ്പാ, നമുക്കിറങ്ങാം. തേജു എങ്ങനെയാ പോകുന്നേ? ഞാൻ ബസ്സിൽ പോകാം. വേണ്ട, റിജു നിന്നെ കൊണ്ടാക്കും. തേജു അവനെ ഒന്ന് നോക്കി. എന്നിട്ടൊന്ന് മൂളിക്കൊണ്ട് പുറത്തേക്ക് നടന്നു. ജിൻഡോ റിജുവിന്റെ തോളിൽ കൈവച്ചു. റിജു ഒന്ന് പുഞ്ചിരിച്ചു. ജിൻഡോയും അലക്സും വീട്ടിലേക്ക് പോയി. റിജു തേജുവിനെ കയറ്റി അവളുടെ വീട്ടിലേക്ക് പോയി. പലപ്പോഴായി പാറി വീഴുന്ന റിജുവിന്റെ നോട്ടം കണ്ട് അവൾക്കെന്തോ പരവേശമായി. വക്കീലിന്റെ വീട്ടിൽ ആരുമില്ലായിരിക്കും കാത്തിരിക്കാൻ. എനിക്കങ്ങനെയല്ല. എനിക്ക് വേണ്ടി അച്ഛനും അമ്മയും പ്രാർത്ഥനയോടെയാണ് ഇരിക്കുന്നത്. അവരെന്തിനാ ബുദ്ധിമുട്ടിക്കുന്നത്? പെട്ടെന്ന് റിജു സഡൻ ബ്രേക്ക് ഇട്ടു. അവന്റെ കൈ സ്റ്റിയറിങ്ങിൽ മുറുകി. എന്റെ വീട്ടിൽ ആരുമില്ലാന്ന് നിന്നോടാരാ പറഞ്ഞത്? എന്നെ കാത്തിരിക്കുന്ന ഒരു കുടുംബമുണ്ട്, അറിയോ നിനക്ക്? അത് കോഴിക്കോടല്ലേ, ഇവിടെയല്ലല്ലോ. റിജുവിന്റെ കിളികളെല്ലാം ചത്തൊടുങ്ങി. പൊന്നു മകളെ, നിനക്ക് ഈ ശരീരം മുഴുവൻ കണ്ണുകളാണോ? അവൾ പൊട്ടിച്ചിരിച്ചു. റിജുവിന് ആ ചിരി കണ്ട് അവളെ തന്നെ നോക്കിയിരിക്കാൻ തോന്നി. പൊന്നു മാഷെ, നിങ്ങളുടെ നിശബ്ദ പ്രണയം ഒരിക്കൽ ഞാൻ അറിഞ്ഞിരുന്നു. അപ്പോൾ ഒരു രസത്തിന് നിങ്ങളെക്കുറിച്ച് അന്വേഷിച്ചതാണ്. എന്തോ നിങ്ങളുടെ പ്രസൻസ് എല്ലാം എനിക്കൊരു പുതിയ അനുഭവമാണ് തന്നത്. അതറിയാൻ വേണ്ടിയാണ് മനഃപൂർവ്വം നിങ്ങളെ ശല്യം ചെയ്തത്. അന്നെന്നെ കണ്ണുപൊട്ടുന്ന ചീത്ത പറഞ്ഞപ്പോൾ എനിക്ക് സത്യത്തിൽ നെഞ്ചു വേദനിച്ചു. പിന്നീട് മനസ്സിലായി, എൻ്റെ ഉള്ളിൽ നിത അല്ലേ ഉള്ളത്. അതുകൊണ്ടായിരിക്കാം നിങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടപ്പോൾ എനിക്ക് സങ്കടമായത്. പോകെ ശരിയാവും. സോറി, എൻ്റെ ഭാഗത്തുനിന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ. ഹേയ്, ഞാനല്ലേ പറയേണ്ടത് സോറിയൊക്കെ. തേജുവിൻ്റെ ഊഹം ശരിയാണ്. ഞാൻ നിതയിലേക്ക് വരികയായിരുന്നു. നിതയുടെ അമ്മയായ ഇന്ദുവിലേക്ക് എത്തിപ്പെടാൻ. എൻ്റെ ചിറ്റയാണ് ഇന്ദു അമ്മ. കോഴിക്കോട് പയ്യോളിയിൽ പെരുമ്പലാവിൽ വീട്ടിലെ മകൾ. ഇന്ദുവിന് 2 ചേട്ടന്മാർ, ഗോവർദ്ധനും വിഷ്ണുവർദ്ധനും. ഗോവർദ്ധൻ ഏറ്റവും മൂത്തയാൾ. എൻ്റെ അച്ഛൻ, അമ്മ സൗഭാഗ്യ. അവരുടെ ഏക മകനാണ് ഞാൻ. എൻ്റെ ചെറിയച്ഛൻ വിഷ്ണു, അവരുടെ ഭാര്യ നളിനി. അവർക്ക് 2 പെൺമക്കൾ, ഇരട്ട കുട്ടികളായ ആദിയും ആമിയും. 2 പേരുടെയും കല്യാണം കഴിഞ്ഞു. ഇവിടേക്ക് കൊണ്ടുപോകാൻ കാത്തിരിക്കുകയായിരുന്നു. ആ കാര്യമാണ് നിത അപ്പനുമായി സർപ്രൈസ് ആയിട്ട് വെച്ചത്. ചിറ്റയെ വീട്ടിൽ നിന്നും പുറത്താക്കിയിരുന്നു കല്യാണം കഴിഞ്ഞതോടെ. ഇപ്പോ അവരെല്ലാം കാത്തിരിക്കുകയാണ്. കൊണ്ടുപോകണം ഒരിക്കൽ. എല്ലാം ഒരുക്കി വെച്ച് അങ്ങോട്ട് കൂട്ടിക്കൊണ്ടുപോയി ഞങ്ങളുടെ കാര്യം പറയാനിരിക്കുമ്പോഴായിരുന്നു ആ ദുരന്തം സംഭവിച്ചത്. പിന്നീട് ഒരുതരം മരവിപ്പായിരുന്നു എല്ലാറ്റിനോടും. റിജു പറഞ്ഞു നിർത്തി തേജുവിനെ നോക്കി. അവൾ അവനെ തന്നെ നോക്കിയിരിക്കുകയായിരുന്നു. സോറി വക്കീലെ, ഞാൻ വക്കീലിന്റെ വീടിനെ കുറിച്ച് അന്വേഷിച്ചതേയുള്ളൂ. എനിക്ക് ഈ കഥയൊന്നും അറിയില്ല. സാരമില്ല, തന്നെ വീട്ടിലാക്കാം. പറഞ്ഞുകൊണ്ട് റിജു വണ്ടിയെടുത്തു. അവളെ വീട്ടിലാക്കി അവന്റെ വീട്ടിലേക്ക് പോയി. മുറിയിൽ കയറി അവൻ ഫോണെടുത്ത് അമ്മയെ വിളിച്ചു. മോനെ, നിന്റെ മനസ്സിൽ എന്തു തോന്നുന്നോ അത് ചെയ്യും. അച്ഛനോട് ഞാൻ സംസാരിക്കാം. സൂക്ഷിക്കൂ. ശരി അമ്മേ, പിന്നെ വിളിക്കാം. അവൻ ഫോൺ വെച്ച് ചുമരിൽ തൂക്കിയിരുന്ന നിതയുടെയും അവന്റെയും ഫോട്ടോയിലേക്ക് നോക്കി. അവൻ എഴുന്നേറ്റ് അലമാര തുറന്നു. ഒരു കവറെടുത്ത് തുറന്നു. അതിൽ 3 ബോക്സ് ഉണ്ടായിരുന്നു. അതിൽ ഒരു പട്ടുസാരി, ഒന്നിൽ അവന്റെ പേര് കുത്തിവെച്ച ഒരു താലിമാല, അടുത്തതിലൊരു കുഞ്ഞു മോതിരം. എല്ലാം നിതയ്ക്കായി വാങ്ങിയതാണ്. നിനക്കായി വാങ്ങിയതാണ് പെണ്ണെ എല്ലാം. നിന്നെ ഇതെല്ലാം ഇട്ട് സ്വന്തമാക്കണമെന്നായിരുന്നു തീരുമാനിച്ചത്. പക്ഷേ ഈശ്വരൻ വേറെ ഒന്നാണ് എഴുതി തീർത്തത്. നിന്നിലൂടെ തേജുവിലേക്കായിരിക്കും. അവളുടെ കൂടെ ഇരിക്കുമ്പോൾ എനിക്ക് നിന്റെ കൂടെ ഇരിക്കുന്ന പോലെ തോന്നും. നിന്നെ നഷ്ടപ്പെടുത്തിയ പോലെ അവളെ നഷ്ടപ്പെടുത്തില്ല. എന്നും അവളോടൊപ്പം ഉണ്ടാവും. അവനൊരു ദീർഘശ്വാസമെടുത്ത് അതെല്ലാം തിരിച്ച് അലമാരയിൽ തന്നെ വെച്ചു. അവളുടെ ഫോട്ടോയിലേക്ക് തന്നെ നോക്കി കണ്ണടച്ച് കിടന്നു, പുത്തൻ പ്രതീക്ഷയോടെ.